ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഒരു മീൻ കറിയുടെ വീഡിയോയാണ്. അതിനായി ഇത് നമ്മുടെ ഇവിടെ വാള എന്ന് പറയുവേ. എല്ലാ സ്ഥലത്തും ഇതിന് വാള എന്നാണോ പറയുന്നതെന്ന് അറിയത്തില്ല. നമ്മളിതിനെ വാള എന്ന് പറയുവേ. ഇത് ഞാൻ 50 രൂപയ്ക്ക് വാങ്ങിച്ച വാള മീനാണ്. 4 എണ്ണം ഉണ്ടായിരുന്നു. അത് വൃത്തിയാക്കാൻ എളുപ്പമാണ്. അതിൻ്റെ സൈഡിലത്തെ ചിറക് പോലത്തത് വെട്ടി വൃത്തിയാക്കണം. പിന്നെ ഞാനിത് കല്ലിലിട്ട് തേച്ചാണ് വൃത്തിയാക്കുന്നത്. അതിന് വാൽ ഭാഗമുണ്ട്, അത് ഇച്ചിരി ഏറെ അങ്ങ് കണ്ടിച്ച് കളയണം. ഞാൻ കത്രിയിട്ട് സൈഡെല്ലാം അതിൻ്റെ മുള്ളെല്ലാം കണ്ടിച്ച് തലഭാഗവും വെട്ടി വൃത്തിയാക്കി ചെകളയെല്ലാം കളഞ്ഞ് അതിൻ്റെ പുറത്തെ ആ വെള്ള ഭാഗം പോലുള്ളത് കുറേ പെട്ടെന്ന് തേച്ച് കഴുകി അത് പെട്ടെന്ന് അങ്ങ് പോകും കേട്ടോ. അതിൻ്റെ തലഭാഗം എല്ലാം ഇളക്കി അതിനകത്തെ ചെകളയെല്ലാം അത് കൈകൊണ്ട് ഞാൻ മാറ്റി ഒന്നെങ്കിൽ പിച്ചാത്തി കൊണ്ട് തന്നെ നമുക്കത് കളയാൻ പറ്റും. അല്ലെങ്കിൽ പെട്ടെന്ന് കല്ലിലിട്ട് ഉരച്ചാൽ അതിൻ്റെ ആ പുറത്തെ ആ വെള്ള കളറിലുള്ള അത് മാറുവേ. കൈ കൊണ്ട് വൃത്തിയാക്കാൻ നമുക്ക് വേണമെങ്കിൽ, പിന്നെ എളുപ്പ വഴിക്ക് കല്ലിൽ ഉരയ്ക്കുകയും ചെയ്യാം. കല്ലിൽ ഉരച്ചാണ് ഞാൻ എടുക്കാറുള്ളത്. പിന്നെ ഇതിനകത്ത് എല്ലാ മീനും ഒന്നും നല്ലതല്ലായിരുന്നു കേട്ടോ. 1-2 എണ്ണം അതിൻ്റെ വയറ് ഭാഗം കണ്ട പൊട്ടി കാണുന്ന പോലെ ഇരിക്കുമായിരുന്നു. എങ്കിലും അത് അവർ പറഞ്ഞ് കുഴപ്പമില്ല എന്നിട്ട് ഇങ്ങനെ പിച്ചാത്തി ഇട്ട് നമുക്കിങ്ങനെ ഉരച്ചുരച്ച് അത് കളഞ്ഞാൽ അതങ്ങ് മാറുവേ. അങ്ങനെ ഞാൻ കല്ലിൽ പോയെല്ലാം വൃത്തിയാക്കേണ്ട ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ആ മീൻ ഒന്നുകൂടെ നടുക്കൂടെ കഷ്ണിച്ച് വൃത്തിയാക്കിയത്. ഇതുപോലെ ഇത്രയും നല്ല വൃത്തിയായിട്ട് നമുക്ക് കല്ലിൽ ഉരച്ചുകൊണ്ട് പെട്ടെന്നായിരുന്നു കേട്ടോ. ഇതുപോലെ വൃത്തിയാക്കി കിട്ടും. പിന്നെ അത് ഞാൻ കഷ്ണങ്ങളാക്കി കുറച്ചെടുത്ത് കറിയും വെക്കാം, കുറച്ചെടുത്ത് വറക്കുകയും ചെയ്യാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ കഷ്ണിച്ചാണ് കറിക്കെടുത്തത്. പിന്നെ വാലുഭാഗവും തലഭാഗവും ഒക്കെ വറക്കാമെന്ന് വിചാരിച്ച് പച്ചക്കറിയാണ് വെക്കുന്നത്. തേങ്ങ ഇട്ട് അതിന് തേങ്ങയും മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചുവന്നുള്ളികൾ അരച്ചത് നല്ലോണം മിക്സിക്കകത്ത് അരച്ച് കുടംപുളി ഇട്ടാണ് വെക്കുന്നത്. അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. പിന്നെ അടുപ്പേ ചൂടായി അത് ഈ അരപ്പ് ചൂടാകുന്നിടം വരെ നല്ലോണം തിളയ്ക്കുമ്പം നമുക്ക് മീനിടാവേ. അതിനാവശ്യത്തിന് മുളക് അരിഞ്ഞിടണം. കുടംപുളി ഇട്ട് അത് നല്ലോണം അടുപ്പേ വെച്ച് തിളപ്പിക്കണേ. ആ സമയം കൊണ്ട് ഞാൻ മീൻ വറക്കാൻ ആ തലഭാഗവും വാലുഭാഗവും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനാഗിരി ചേർത്ത് കുറച്ച് നേരം പുരട്ടി വെക്കുക. ആ മസാല അതിനകത്ത് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് നേരം മാറ്റി വെച്ചാൽ ഉപ്പും മുളകൊക്കെ അതിന് പിടിച്ച് കിട്ടും. അപ്പോഴത്തേക്ക് ആ അരപ്പെല്ലാം തിളച്ചിട്ടുണ്ട്. തിളച്ചതിനകത്തോട്ട് മീനിട്ട് പിന്നെ ഒരു വേവുന്നിടം വരെ പറ്റുന്നിടം വരെ നമുക്ക് അത് നല്ല തീക്കകത്ത് കൊടുക്കാവേ. അന്നേരം ഞാൻ അടുപ്പയിൽ വറക്കാനും അങ്ങിട്ട് പിന്നെ ഞാൻ കടുക് വറുത്ത് അതിന് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയും ഇട്ട് അങ്ങനെ കറി സെറ്റായി.